നമസ്കാരം. പതിവ് പോലെ തന്നെ ഒരു കാര്യവുമില്ലാതെ ഇന്ന് സഭ ബഹിഷ്കരിച്ച വി.ഡി. സതീശനും സംഘവും മീഡിയ റൂമിലെത്തി അവസാനം സംസ്ഥാന സർക്കാരിനെതിരെ ചില കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ശശി തരൂർ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രതികരണം അങ്ങ് കേട്ടിരുന്നില്ല, എന്താണ് ആ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്ന് ചോദിച്ചതോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ശബ്ദം പോയി. പിന്നീട് തത്തിത്തരികൃതം എന്ന് പറയുന്ന സ്ഥിരം കലാപരിപാടി തുടങ്ങി. പിന്നീട് ഗത്യന്തരമില്ലാതായപ്പോൾ വി.ഡി. സതീശൻ എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ആ മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും ആ ചോദ്യത്തിന് വി.ഡി. സതീശൻ നൽകുന്ന മറുപടിയും കണ്ടുകൊണ്ട് ചിലതൊക്കെ പറയാനുണ്ട്. ഞാൻ കേട്ടില്ല ഞാൻ അദ്ദേഹം പറഞ്ഞ കേട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കല്ലോ, നമുക്ക് കാണുമല്ലോ, എപ്പോഴും എന്താണെന്ന് നോക്കിയിട്ട് പറയാമല്ലോ. കണ്ടല്ലോ, പെട്ടെന്ന് ആ ചോദ്യത്തിൽ എല്ലാം പോയി എന്ന അവസ്ഥയിലായി. പിന്നീട് എല്ലാ സംഘങ്ങളെയും, അതായത് UDF-ന്റെ അവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിളിച്ച് വി.ഡി. സതീശൻ ഒരൊറ്റ പോക്കായിരുന്നു. നോക്കൂ, ശശി തരൂർ MP ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേന്ദ്രത്തെ പുകഴ്ത്തിക്കൊണ്ട്, BJP-യെ പുകഴ്ത്തിക്കൊണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. റഷ്യക്കും യുക്രൈനും ഒക്കെ ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നും ലോകത്തിന്റെ സമാധാനം പുനഃസ്ഥാപിക്കുന്ന രീതിയിലേക്ക്, പങ്കുവഹിക്കുന്ന രീതിയിലേക്കൊക്കെ ഇന്ത്യയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെന്നും, ഞാൻ ഇതുവരെ കേന്ദ്രത്തിനെതിരെയൊക്കെ സംസാരിച്ച പല കാര്യങ്ങളും എനിക്കത് തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണെന്ന രീതിയിലൊക്കെയാണ് അവിടെ ശശി തരൂർ സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതായത് നരേന്ദ്രമോദിയെ മാക്സിമം പുകഴ്ത്തുന്നു, നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ ഒരുപാട് വളർന്നു എന്നാണ് പറയാതെ പറയുന്നത് ശശി തരൂർ. എന്തായാലും ശശി തരൂരിന്റെ പ്രതികരണം ഏറ്റെടുത്തുകൊണ്ട് BJP നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നൊക്കെ, സുരേന്ദ്രനൊക്കെ ഇവിടെ ഒരു മഹാപുരുഷനായിട്ട് ശശി തരൂരിനെ ഇങ്ങനെ പുകഴ്ത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ശശി തരൂർ ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ, അതായത് അമേരിക്ക അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകളെയൊക്കെ വിലങ്ങ് വെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അല്ലെ. ആ സമയത്ത് അമേരിക്ക സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കാണുന്നുണ്ട്, ട്രംപുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് വലിയ വിമർശനങ്ങൾ ഇവിടെ ട്രംപിനെതിരെ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ സമയത്തൊക്കെ അവരെല്ലാം തള്ളിക്കൊണ്ട് നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ് ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാകാൻ വേണ്ടി, അതായത് അധ്യക്ഷനാകാൻ വേണ്ടി, പ്രധാന ദേശീയ അധ്യക്ഷനാകാൻ വേണ്ടിയൊക്കെ മത്സരിച്ച വ്യക്തിത്വം കൂടിയാണെന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ആദ്യമായിട്ടൊന്നുമല്ല BJP-യെ പുകഴ്ത്തിക്കൊണ്ട്, നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഇദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തുന്നതെങ്കിലും ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ പാർട്ടി അങ്ങ് മാറ്റി നിർത്തുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല? കോൺഗ്രസ് 24 മണിക്കൂറും പറയുന്നു ഞങ്ങൾ BJP-ക്കെതിരെയാണ്, ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണ് എന്ന് പറയുമ്പോഴും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ ഓരോ തവണയും കോൺഗ്രസിനെ അടിക്കാനുള്ള വടി കൊടുക്കുമ്പോഴും ശശി തരൂരിനെതിരെ ഒരു അക്ഷരം കടുപ്പിച്ച് കോൺഗ്രസ് പറയാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടെ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു പാലമാണ്. നോക്കൂ, ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെ അങ്ങ് മൊത്തത്തിൽ പിന്നിൽ നിന്ന് കുത്തി ആ ഡൽഹി BJP-യുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതാരാണ്? അത് കോൺഗ്രസ് ആണ്. നമുക്ക് കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ആ നടന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന എല്ലാ കണക്കുകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് ചതിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് നമ്മുടെ ആം ആദ്മി എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് മത്സരിച്ചാൽ അപകടമാണ് ഞങ്ങൾക്ക് എന്ന് അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞിട്ടും കേട്ടില്ല. അവിടെ മത്സരിച്ചു. ഒരിക്കലും ജയിക്കില്ല എന്നറിഞ്ഞിട്ട് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് അവിടെ പിടിക്കാൻ കഴിഞ്ഞില്ല. ജയിക്കില്ല എന്നറിഞ്ഞിട്ടും അവിടെ മത്സരിച്ചത് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എത്രയോ സംസ്ഥാനങ്ങളാണ് BJP-ക്ക് തീരെഴുതി കൊടുത്തത് കോൺഗ്രസ്. അതായത് BJP-ക്കെതിരെ സംസാരിക്കുന്ന, BJP-ക്കെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തകർക്കുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ തന്നെ നോക്കൂ, ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ വേണ്ടി രൂപീകരിച്ചതാണ്. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഇന്ത്യ സഖ്യവുമായി മുന്നോട്ട് പോയപ്പോൾ മമതാ ബാനർജി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പട നയിച്ചാൽ നമുക്ക് പണി കിട്ടും എന്നാണ് പറഞ്ഞത്. ഇവിടെ അത് തന്നെയല്ല സംഭവിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചതുപോലെ അവർക്ക് അധികാരം പിടിക്കാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇന്ത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്കെതിരെ കോൺഗ്രസ് തിരിഞ്ഞിരിക്കുന്നു. ആ ഒരു സഖ്യത്തിന്റെ ഇടയിലുള്ള ബോണ്ടുകൾ പൊളിച്ചടക്കുന്നു കോൺഗ്രസ്. അതായത് കോൺഗ്രസ് അവർക്കെതിരെ മത്സരിക്കുന്നു. നമുക്ക് കേരളത്തിൽ തന്നെ കാണാൻ സാധിക്കുമല്ലോ. കേരളത്തിൽ പലയിടങ്ങളിലും എന്താണ് സംഭവിക്കുന്നത്?
കേരളത്തിൽ LDF-നെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് LDF-നെതിരെ സംസാരിച്ചുകൊണ്ടാണല്ലോ ഇവിടെ കോൺഗ്രസ് ഒക്കെ രംഗത്തേക്ക് വന്നത്. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മത്സരിച്ചല്ലോ. എവിടെ നിന്നാണ്? വയനാടിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്, അല്ലേ? വയനാടിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ ആരാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എതിരാളി എന്ന് പറയുന്നത്? BJP-ക്കാരായിരുന്നു? അല്ല, അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനെയാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. അതായത് രാജ്യം പിടിച്ചെടുക്കാനുള്ള വലിയ പോരാട്ടമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നേരത്ത് BJP-ക്കാരുടെ വലിയ കോട്ടയായ BJP-യുടെ വലിയ കോട്ടയായ ഒരിടത്ത് പോലും രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം അമേഠിയിൽ അദ്ദേഹം മത്സരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു. അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചില്ല. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ തോറ്റത് കൊണ്ട് പേടി. എന്നിട്ട് അദ്ദേഹം വളരെ സേഫായ മണ്ഡലം റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നു. അതുപോലെ തന്നെ വയനാട്ടിൽ ഒന്ന് മത്സരിക്കുന്നു. രണ്ടിടങ്ങളിലും അദ്ദേഹം മത്സരിക്കുന്നു. അങ്ങനെ രണ്ടിടങ്ങളിലും അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഈ രണ്ടിടങ്ങളും BJP-യുടെ കോട്ടയാണോ എന്ന് ചോദിച്ചാൽ BJP-യുടെ കോട്ടയല്ല. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി എവിടെ നിന്നാണ് മത്സരിക്കുന്നത്? അതായത് റായ്ബറേലിയിൽ ഈ പറയുന്ന റായ്ബറേലി മാത്രം രാഹുൽ ഗാന്ധി നിലനിർത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഇവിടെ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കുന്നു. അപ്പോഴും ഇവിടെ വേറെ ആരും, അതായത് LDF ജയിക്കരുത് എന്നൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അധികാരമോഹികളായിട്ടുള്ള കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ ഇവിടെ എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇവിടെ BJP-ക്ക് മാത്രമാണ് വലിയ ഗുണമുണ്ടാക്കി കൊടുക്കുന്നത്. നോക്കൂ, തൃശ്ശൂരിൽ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു? UDF വോട്ട് മറിച്ചു കൊടുത്തു. അതായത് UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു അത്. ആ സിറ്റിംഗ് സീറ്റില് അവിടെ കോൺഗ്രസിന്റെ നേതാവ് മത്സരിക്കുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം, അവിടെ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് കിടന്ന സുരേഷ് ഗോപി MP ആകുന്ന സാഹചര്യം ഉണ്ടായി. എങ്ങനെ ഉണ്ടായത്? പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ എവിടെയാണ്? BJP-യിൽ. അതുപോലെ തന്നെ AK ആന്റണിയുടെ മകൻ എവിടെയാണ്? BJP-യിൽ. അങ്ങനെ ഏകദേശം 220ഓളം മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ, മുൻ മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ 200-ന് മുകളിൽ കോൺഗ്രസിന്റെ MP-മാർ, അതുപോലെ തന്നെ ഏകദേശം 500-ന് മുകളിൽ കോൺഗ്രസിന്റെ MLA-മാരൊക്കെ ഇപ്പോൾ അവിടെയാണ്, BJP-യിലാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളും ഇന്ന് BJP-യുടെ കയ്യിലാണ്. എങ്ങനെയാണ് BJP-യുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി? മണിപ്പൂർ പോലും എങ്ങനെയാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് BJP-യിലേക്ക് പോയത്? കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ പെട്ടെന്ന് BJP-ക്കാരായി മാറുന്നു. പിന്നീട് ആ സംസ്ഥാനം ഇങ്ങനെ താമര വിരിയിച്ച് നിൽക്കുന്നു. ഇപ്പൊ എന്താണ് സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ അത്തരം ആ പാർട്ടിയുടെ നേതാവിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ VD സതീശനെ പോലുള്ള ആളുകൾ പോലും ഒരക്ഷരം ശശി തരൂരിനെതിരെ സംസാരിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ വ്യവസായ സൗഹൃദമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് കേരളം എന്ന് ശശി തരൂർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കണക്ക് പ്രകാരം എഴുതി ചേർക്കുമ്പോൾ ശശി തരൂരിനെതിരെ സംസാരിക്കുന്നു. കേരളത്തിനെതിരെ ഈ പറയുന്നത് പോലെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുക, അതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിന്റെ യഥാർത്ഥ അഭിമാന നേട്ടങ്ങളെ കുറിച്ച് ശശി തരൂർ സംസാരിക്കുമ്പോൾ മാത്രം VD സതീശൻ സംസാരിക്കുന്നു. മറിച്ച് BJP-യെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ ഒരക്ഷരവും സംസാരിക്കുന്നില്ല. ഞാനത് കേട്ടിട്ടില്ല, കേട്ട ശേഷം പ്രതികരിക്കാം, പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. ഇവിടെയാണ് നമ്മൾ ഇവരുടെ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. ഗോൾവാക്കറുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തിരിതെളിയിച്ച വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതായത് ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഗോൾവാക്കർ. ആ ഗോൾവാക്കറുടെ പരിപാടിയിൽ പോയി പങ്കെടുത്തവർ ഇപ്പൊ ഗാന്ധി സ്മൃതി എന്ന ഒരു പരിപാടിയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കാൻ പോവുകയാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി നടത്താൻ എന്ത് യോഗ്യതയാണ് ഈ കോൺഗ്രസുകാർക്കുള്ളത് എന്ന് പോലും ചോദിച്ചു പോവുകയാണ്. മാത്രവുമല്ല, ഇപ്പോ ശശി തരൂർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയതിൽ VD സതീശനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. കാരണം ഈ ഗോൾവാക്കറുടെ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്ന, അതുപോലെ തന്നെ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറയുന്ന കെ സുധാകരനൊക്കെ എന്ത് പറയാനാണല്ലോ ഈ വിഷയത്തിൽ. സത്യത്തിൽ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് BJP-ആയി മാറുന്ന സാഹചര്യത്തിൽ BJP-യെ പുകഴ്ത്തിക്കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിശയപ്പെടാനില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. LDF ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.